വെട്ടിക്കളഞ്ഞ വോട്ടെല്ലാം തിരിച്ചെടുത്ത് ഇന്ന് വോട്ട് ചെയ്തു. നമ്മളായിട്ട് ഉണ്ടാക്കിയ പ്രതിസന്ധിയൊന്നും അല്ല. അത് എൻ്റെ ഒരു പൊളിറ്റിക്കൽ ബാക്കപ്പ് വെച്ച് വന്ന സാധനമാണ്. അല്ല, നമ്മൾ സാധാരണക്കാർ ജീവിക്കുന്ന, സാധാരണക്കാർ താമസിച്ചു വരുന്ന ഒരു സ്ഥലത്തെ ആരുടെയും കോട്ട എന്നൊന്നും പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. മകന് മത്സരിക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കും വോട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. ഈ വോട്ട് വെട്ടിയെന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, മരണപ്പെട്ടിട്ടുള്ള ആളുകളുടെ പോലും വോട്ട് ഡിലീറ്റ് ചെയ്യാനായിട്ട് ആരും മുതിർന്നിട്ടില്ല എന്നുള്ളതാണ്. നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിൽ കോൺഗ്രസ് അവതരിപ്പിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായ വൈഷ്ണ സുരേഷ് ഇപ്പോൾ വോട്ട് ചെയ്യാനായി എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്തായാലും വൈഷ്ണ സോഷ്യൽ മീഡിയയിലടക്കം ആദ്യഘട്ടം മുതലേ ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം വളരെ വലിയ രീതിയിൽ വൈറലായിരുന്നു. അതിന് ശേഷമാണ് CPMൻ്റെ ഒരു ആക്രമണവും പരാതിയും എല്ലാം തന്നെ ഉണ്ടാകുന്നത്. വൈഷ്ണവയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും തന്നെ വെട്ടിക്കളയുന്ന അവസ്ഥയിലേക്ക് തന്നെ എത്തിച്ചേർന്നിരുന്നു. എന്നാൽ വൈഷ്ണയ്ക്ക് പിന്നീട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ സാധിക്കുകയും മത്സരിക്കാൻ സാധിക്കുകയും ചെയ്തു. കോൺഗ്രസ് തന്നെ ഈ ഘട്ടത്തിൽ വൈഷ്ണയ്ക്ക് മത്സരിക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു സംശയ നിഴലിലെല്ലാം തന്നെ നിന്നിരുന്നു. അതിനുശേഷം വൈഷ്ണയ്ക്ക് മത്സരിക്കാൻ സാധിക്കുന്നു. എന്തായാലും നീണ്ട പ്രതിസന്ധികൾക്ക് ശേഷമാണ് വൈഷ്ണ വീണ്ടും മത്സര രംഗത്തും പ്രചരണ രംഗത്തേക്കും സജീവമാകുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് ജോലി അടക്കം രാജിവെച്ചായിരുന്നു വൈഷ്ണ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങിയത്. എന്തായാലും ഈ ഒരു ദിനത്തിൽ, ഈ ഒരു വോട്ടെടുപ്പ് ദിനത്തിൽ വൈഷ്ണ തന്നെ ഇപ്പോൾ മറുനാടനൊപ്പം ചേരുകയാണ്. വൈഷ്ണ, വോട്ട് ചെയ്തോ? വോട്ട് ചെയ്തു. അങ്ങനെ വെട്ടിക്കളഞ്ഞ വോട്ടെല്ലാം തിരിച്ചെടുത്ത് ഇന്ന് വോട്ട് ചെയ്തു. വളരെ സന്തോഷം. ജനങ്ങളെ ഒരു പ്രതികരണം അവസാന ഘട്ടത്തിൽ നമുക്ക് വളരെ പോസിറ്റീവ് റെസ്പോൺസാണ് കിട്ടുന്നത്. ഈ നിമിഷം വരെയും അത്രയും പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പൂർണ്ണ വിശ്വാസമുണ്ട്. ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കടന്ന് വന്നത്. അതുകൊണ്ട് വിജയത്തിൻ്റെ മാറ്റ് കൂടുമോ? അല്ല, അത് പറയാൻ പറ്റില്ല. കാരണം ഈ പറഞ്ഞ പോലെ പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മളായിട്ട് ഉണ്ടാക്കിയ പ്രതിസന്ധിയൊന്നും അല്ല. അത് എൻ്റെ ഒരു പൊളിറ്റിക്കൽ ബാക്കപ്പ് വെച്ച് വന്ന സാധനമാണ്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലൂടെ വന്നതിന് ശേഷം ഉണ്ടാകുന്ന വിജയത്തിന് എന്തായാലും ഒരു മാറ്റ് കൂടുതലായിരിക്കും. CPMൻ്റെ കോട്ടയാണ്. ഈ കോട്ട പൊളിച്ചെടുക്കുമോ എന്നുള്ള ചോദ്യമാണ്. ആദ്യഘട്ടം മുതലേ പ്രേക്ഷകരടക്കം എല്ലാവരും ഇപ്പോൾ കേരളക്കാരെ ഒട്ടാകെ അറിയപ്പെടുന്ന സ്ഥാനാർത്ഥിയാണ്. അല്ല, നമ്മൾ സാധാരണക്കാർ ജീവിക്കുന്ന, സാധാരണക്കാർ താമസിച്ചു വരുന്ന ഒരു സ്ഥലത്തെ ആരുടെയും കോട്ട എന്നൊന്നും പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഓരോ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് എല്ലാം. ഇത്ര നാളുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്ന് കേരളത്തിലുള്ളത്. കേരളത്തിലെ എല്ലാവരും, എല്ലാ സാധാരണക്കാരും ഇതെല്ലാം മാറി വരണം എന്ന് ആഗ്രഹിക്കുന്ന തരത്തിലാണ് നിലവിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള മാറ്റം ഇത്തവണ എന്തായാലും മുട്ടടയിലും തിരുവനന്തപുരം നഗരസഭയിലും ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും തലസ്ഥാനത്തടക്കം കോൺഗ്രസിൻ്റെ വലിയൊരു മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. തീർച്ചയായും തലസ്ഥാന നഗരിയിൽ കോർപ്പറേഷൻ UDF ഭരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കായിരിക്കും പോവുക. അച്ഛനും അമ്മയൊക്കെ വോട്ട് ചെയ്യും. ആക്ച്വലി അച്ഛനും അമ്മയ്ക്ക് വോട്ട് തിരിച്ച് കിട്ടിയിട്ടില്ല. അച്ഛനും അമ്മയ്ക്ക് വോട്ട് തിരിച്ച് കിട്ടിയിട്ടില്ല എന്ന് പറയാൻ കാര്യം നമ്മളത് എൻ്റെ വോട്ട് തിരിച്ചെടുക്കണം എന്നുള്ള ഒരു സാഹചര്യത്തിലൂടെ ആയിരുന്നു നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുത്തത്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ ആയിരുന്നു ആ ഒരു സമയത്ത് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ആ സാഹചര്യത്തിൽ നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകാനായിട്ടുണ്ടായിരുന്നൊരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും വോട്ടില്ല. ഞാൻ മകന് മത്സരിക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കും വോട്ട് ചെയ്യാൻ പറ്റാത്ത, അച്ഛനും അമ്മയ്ക്ക് മാത്രമല്ല പലർക്കും, നമ്മുടെ വാർഡിനകത്തുള്ള പലർക്കും വോട്ടില്ലാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ അത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ നമ്മളോട് ചോദിക്കുന്നത് എന്താണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പറയാൻ, കാരണം ഞങ്ങളുടെ കയ്യിലല്ല ഇതൊന്നും. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുന്നുണ്ട് എന്താണ് എന്നുള്ളത്. നിങ്ങൾ അതിൻ്റെതായ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോട് ചോദിക്കൂ. വീട്ടിലേക്ക് വന്ന് വോട്ട് ചോദിക്കും, നിങ്ങൾ അവരോട് തന്നെ ചോദിക്കും. ഞങ്ങൾക്ക് ഇല്ലാത്ത വോട്ട് എങ്ങനെ തരും എന്നുള്ളത് നിങ്ങൾ അവരോട് തന്നെ ചോദിക്കുമെന്ന് നമ്മൾ പറയുന്നുണ്ട്. അതെ, കാരണം ഇവിടെ ജനിച്ചു വളർന്ന ആളുകൾക്ക് പലർക്കും ഇവിടെ വോട്ടില്ലാത്ത സാഹചര്യമാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്കറിയില്ല. തികച്ച് രാഷ്ട്രീയപരമായി ചെയ്യുന്നത് തന്നെ ആയിരിക്കാനാണ് സാധ്യത. കാരണം ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് വോട്ടില്ലാത്തൊരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് തികച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഈ കോൺഗ്രസ് മുന്നണിയോട് പ്രവർത്തിക്കുന്ന അവരുടെ ആണോ പ്രത്യേകിച്ച് വോട്ടുകൾ ഇങ്ങനെ വെട്ടിയിരിക്കുന്നത്? അല്ല, കോൺഗ്രസ് മാത്രമല്ല, തികച്ചും ന്യൂട്രലായിട്ടുള്ള ആളുകളുടെ വരെ വോട്ട്
പോയിട്ടുണ്ട്. പക്ഷേ ഈ വോട്ട് വെട്ടിയെന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ ഒന്നും വോട്ട് ഒരു കാരണവശാലും മരിച്ച ആളുകളായാൽ പോലും അവരുടെ ഒന്നും മരണപ്പെട്ടിട്ടുള്ള ആളുകളുടെ പോലും വോട്ട് ഡിലീറ്റ് ചെയ്യാനായിട്ട് ആരും മുതിർന്നിട്ടില്ല എന്നുള്ളത്. കൂടുതൽ രാഷ്ട്രീയമാണ്. ഇപ്പോൾ ഇലക്ഷൻ ദിവസമാണ്, നമ്മൾ കൂടുതൽ രാഷ്ട്രീയം പറയുന്നത് ശരിയല്ല. എങ്കിൽ പോലും സാധാരണക്കാരുടെ അവസ്ഥ, ഇവിടെ വോട്ട് ചെയ്യാൻ വന്നിട്ട് പലരും വോട്ടില്ലാതെ തിരിച്ചുപോയ സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. കാരണം സാധാരണക്കാരുടെ മൗലിക അവകാശമാണ് ഒരാളുടെ വോട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുക എന്ന് പറയുന്നത് തികച്ചും നമുക്ക് ഒട്ടും തന്നെ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളാണ് നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വൈഷ്ണ നമ്മളോട് വ്യക്തമാക്കുന്നത് നിരവധി ആളുകൾക്ക് ഈ മുട്ടട വാർഡിൽ വോട്ട് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത്. വോട്ടർ പട്ടികയിൽ നിന്നും നിരവധി ആളുകളുടെ പേര് വെട്ടിയിരിക്കുന്നു. സ്വന്തം അച്ഛനും അമ്മയ്ക്കും വരെ വോട്ട് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് എന്നും വൈഷ്ണ നമ്മളോട് വ്യക്തമാക്കുകയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.